വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു സദ്യ കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവിയൽ, ഒരു സാമ്പാറൊക്കെ മേക്ക് ചെയ്ത് കുട്ടിക്കൊരു സദ്യയിലൂടെയാണ് ആദ്യം നമ്മൾ അവനെ സർപ്രൈസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളെ സാമ്പാർ റെഡിയായിട്ടുണ്ട്, പപ്പടം റെഡിയായി, തോരൻ റെഡിയായി, അതുപോലെ തന്നെ നമ്മൾ കിച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചടി ബീട്രൂട്ട് കിച്ചടിയാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചടി. പിന്നെ ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറിയാണ്. പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കി, അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കി, പിന്നെ പാലട പ്രഥമൻ. ഇതങ്ങോട്ട് കുഴപ്പമില്ല എന്നാണ് പറയാം. കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഇതാണ് അവസ്ഥ കേട്ടോ. പിന്നെ ഞാനെന്താ ഇന്നത്തെയും പോലെ അവന് വാരി കൊടുത്തത്. ഞാൻ സാധാരണ അവന് ഫോണ് കാണിച്ച് വാരി കൊടുക്കാറില്ല, പക്ഷേ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പറയണ്ട, ഭയങ്കര വാശിയായിരുന്നു കുഞ്ഞാവ. ഒരു രക്ഷയില്ലാത്ത വാശിയായിരുന്നു. എങ്ങനെയൊക്കെയോ ഫോണൊക്കെ എടുത്ത് വെച്ചതാ ഇങ്ങനെ ഞാൻ വാരി വാരി കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെയും വർത്താനം പറയുന്നുണ്ട്, കുട്ടീനെയും നോക്കണുണ്ട്. അപ്പം ഇങ്ങനെയാണ് കുട്ടിക്ക് ചോറ് കൊടുത്ത അവസ്ഥ. കാരണം ഇന്ന് രാവിലെ തുടങ്ങിയ കരച്ചിലാണ്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഇന്ന് നേരം വരെ, രാത്രി വരെ ഈ ടൈം വരെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് ആളിത്തിരി ഉഷാറൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഗായ്സ്. അതാണിത് കേട്ടോ. ഒന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇതാണ് കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇതുപോലെ ഞങ്ങൾ ബലൂണ്, കുറച്ച് ഡെക്കറേഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബർത്ത്ഡേ കേക്ക് ഇതാണ് കേട്ടോ. അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് അവസ്ഥ. കാരണം ആൾ നല്ല വാശിയായതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ബ്ലറായിട്ടുള്ള കുറേ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം വേറൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഫോട്ടോസ്. ഇങ്ങനെയൊക്കെയാണ് കിടന്നു പോയത്. പിന്നെ ആളിതാ ഫുള്ള് ഇങ്ങനത്തെ പോസസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ കിടക്കുന്നു, സെറ്റിൽ കിടക്കുന്നു. സത്യം പറയാമല്ലോ, 2 വയസ്സായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. ഇവനെ ഞാൻ എൻ്റെ കയ്യിൽ ഏറ്റ് വാങ്ങിയത്, പ്രസവിച്ച് കൈ കിട്ടിയ ആ ഒരു ഓർമ്മ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം എങ്ങനെ കടന്നു പോയെന്ന് എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ പെട്ടെന്ന് കുട്ടിക്ക് 2 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷിക്കേണ്ട കാര്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഒരു പ്രശ്നമില്ലാതെ അവൻ 2 വയസ്സായി. പക്ഷേ എന്നാലും ഇത്രയും പെട്ടെന്ന് വലുതായപ്പോൾ ഉള്ള ഒരു വിഷമം. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഇതാണ് അവസ്ഥ. കൊണ്ട് നിൽക്കണില്ല കുട്ടി, താഴെ നിൽക്കണില്ല, ഗ്യാപ്പ് വെക്കണില്ല. അവൻ്റെ അച്ചാച്ചനും അച്ഛനൊക്കെ മാറിയും തിരിഞ്ഞ് ഞാൻ കുറേ കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആൾ ഒട്ടും വില്ലിനല്ല. കേക്ക് കട്ടിയ ലാസ്റ്റ് പിടിച്ച്, ഒരു നിവൃത്തിയില്ലാതെ പിടിച്ച് എടുത്ത് കട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം ഇനിയും ഇതാക്കിയ കണ്ട, ഇപ്പം തന്നെ ടൈം 5:45 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവനൊരു കേക്ക് അങ്ങ് കട്ടിക്കാൻ കൊടുത്തു. കുറച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം അവന് അതിനൊന്നും വയ്യ, അവനതിനൊന്നും സമയമില്ല, ഇതുമില്ല. ലാസ്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലും കൂടെ ചെയ്തിട്ട് നമ്മളെ ഈ വീഡിയോ എൻഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.